കോതമംഗലത്ത് കഞ്ചാവുമായി 3 അന്യസംസ്ഥാനക്കാരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. 9 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. സമീപകാലത്ത് കോതമംഗലത്ത് നടക്കുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോതമംഗലം എക്സൈസ് സംഘം നടത്തിയ ഓപ്പറേഷനിലാണ് 9.5 കിലോ കഞ്ചാവുമായി 3 അന്യസംസ്ഥാനക്കാർ അറസ്റ്റിലായത്. സമീൻ ഷെയ്ഖ്, മമൻ ഷെയ്ഖ്, അബിബുൾ ഇസ്ലാം എന്നിവരാണ് പ്രതികൾ. കോതമംഗലം മൂവാറ്റുപുഴ റോഡിൽ കാരക്കുന്നത്ത് വച്ചാണ് പ്രതികൾ പിടിയിലായത്. 3 പേരും ഒരു സ്കൂട്ടറിലായിരുന്നു യാത്ര. എക്സൈസ് സംഘത്തെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ഇവർ നടത്തിയ ശ്രമം സ്കൂട്ടർ ഓഫായതിനെ തുടർന്ന് പരാജയപ്പെട്ടു. സ്കൂട്ടർ പരിശോധിച്ചപ്പോൾ 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ചോദ്യം ചെയ്യലിലാണ് പെരുമറ്റത്ത് തോടിന്റെ കരയിലെ പൊന്തക്കാട്ടിൽ കൂടുതൽ കഞ്ചാവ് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. അവിടെ എത്തി പരിശോധിച്ചപ്പോൾ കഞ്ചാവ് കണ്ടെടുത്തു. പെരുമറ്റത്തെ തോട്ടിലിറങ്ങി ഏറെ ബുദ്ധിമുട്ടിയാണ് പരിശോധന നടത്തിയത്. സമീപത്തെ മുസ്ലിം പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികളുടെ സഹായവും പരിശോധനയ്ക്ക് ലഭിച്ചതായി എക്സൈസ് ഇൻസ്പെക്ടർ ടി സബിൻ പറഞ്ഞു. കോതമംഗലത്ത് വിൽപ്പന നടത്തുന്നതിനായാണ് പ്രതികൾ കഞ്ചാവ് കടത്തിയത്. സംഘത്തിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടോ എന്ന് അന്വേഷിക്കും. കാരക്കുന്ന ഭാഗത്ത് പോയി വാഹന പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഇവർ നമ്മുടെ വാഹനം കണ്ടു, നമ്മൾ കൈ കാണിച്ച് അവർ നിർത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ വണ്ടി ഓഫായിപ്പോയി. അങ്ങനെ ഞങ്ങളവരെ പെട്ടെന്ന് രക്ഷപ്പെടാതെ നമ്മൾ പിടികൂടി. അതിനുശേഷം വാഹനത്തിൽ നിന്ന് നമുക്ക് ഏകദേശം കിട്ടിയ കഞ്ചാവ് ഏകദേശം ഒരു 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പിന്നെ അവരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ബാക്കിയുള്ള എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ അവരോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പെരുമറ്റം ഭാഗത്ത് അവരൊരു പെരുമറ്റ പള്ളിയുടെ സമീപത്തുള്ളൊരു ആറ്റ് ഇറമ്പിൽ ഇവർ കൂടുതൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നൊരു രഹസ്യവിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും അവിടെ ചെന്നു. അത് കുറച്ചുകൂടെ സാഹസികമായിരുന്നു. കാരണം പുഴയിലൊക്കെ പുഴയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അകത്ത് കയറി വേണം. അവർ അത്ര പെട്ടെന്ന് സാധാരണക്കാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പൊന്തക്കാട്ടിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ആ നാട്ടിലെ നിവാസികളുടെ ഒരു ഹെൽപ്പ് നമുക്കുണ്ടായിരുന്നു. അവർ നമ്മളെ വളരെയേറെ സഹായിച്ചു, പ്രത്യേകിച്ച് ആ പള്ളിയിലെ വിശ്വാസികൾ. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ബാക്കിയുള്ള തൊണ്ടിയുടെ കണ്ടെടുക്കാൻ പറ്റിയത്. ആ കാര്യത്തിൽ എനിക്ക് ആ നാട്ടുകാരോടുള്ള നന്ദിയോടെ ഞാനൊന്ന് പറയുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. GTV ന്യൂസ്, കോതമംഗലം.